കണ്ടത്. ഇപ്പോൾ നേരെ അവിടേക്ക് പോകുമ്പോൾ അവിടെ അവളും വന്നിട്ടുണ്ട്. അവളെ കണ്ട് പേടിച്ച വിക്കിയോട് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവളുടെ കാലും കൈയും എല്ലാം കറുത്തു വരുവാണ്. ആകാശവും ഭൂമിയും മേഘവും എല്ലാം ഇരുണ്ട് കൂടുവാണ്. അവളുടെ മുഖമെല്ലാം വികൃതമായി മാറുകയാണ്. അയ്യോ എന്നെ വെറുതെ വിടി, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ എല്ലാം വെറും തോന്നലായിരുന്നു. അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. എന്താ പറ്റി? പ്രേതത്തിനെ കണ്ടുപോലെ പേടിച്ചല്ലോ. ഏയ് പ്രേതമോ? അതെന്താ സാധനം? നോക്കുമ്പോൾ അവിടെ ഒരാൾ ദൂരെ നിന്ന് ചുമയ്ക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോയാലോ നമ്മൾ ചോദിക്കുകയാണ്. അയ്യോ എനിക്ക് ഒട്ടും സമയമില്ല, എനിക്കാണെങ്കിൽ ഒരുപാട് ജോലി തീർക്കാനുണ്ട്, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറയുവാണ്. എന്നിട്ട് അവളെ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഹീറോ അടിമുടി ചെക്ക് ചെയ്യുകയാണ്. ഡ്രസ്സ് നോക്കിയിട്ട് നല്ല രസമുണ്ട്, നന്നായിട്ട് തച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേറൊന്നുമല്ല, ഒരു GK ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? അതൊന്നുമില്ല, ഇവിടെ ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ആത്മാവ് രാത്രി ഇറങ്ങി ആണുങ്ങളെ നോക്കി പിടിച്ചോണ്ട് പോകുന്നു, എന്നിട്ട് ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് പോവുകയാണ്. ഇന്നലെയും എൻ്റെ ഒരു കൂട്ടുകാരനെ അത് പിടിച്ചോണ്ട് പോയി. എത്ര നല്ല പയ്യനായിരുന്നെന്നറിയാവോ? വെറും പാവമായിരുന്നു. എൻ്റെ കൂട്ടുകാരനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഒരു റെസ്പോൺസ് തന്നെ ഇല്ല. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കുകയാണ്, നീയാണോ ആ സ്ത്രീ എന്നാ ചോദ്യം ഡയറക്റ്റ് ആയിട്ടങ്ങ് ചോദിക്കുകയാണ്. ദേഷ്യം വന്ന അവളാണെങ്കിലും പെട്ടെന്ന് എണീക്കുമ്പോൾ, അല്ല നീ അങ്ങനെ ആണെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാനും മെന്റലി പ്രിപ്പയർ ആവണമല്ലോ. എന്നിട്ടാണെങ്കിലും നേരെ എണീച്ച് ഓടിപ്പോയി ആ ചുമച്ചുകൊണ്ടിരുന്ന ആളോട് അവിടെ നിൽക്കുന്ന പെണ്ണിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏത് പെണ്ണ് എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. നമ്മുടെ ബിട്ടു പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് ഹീറോയ്ക്ക് തോന്നുവാണ്. എന്നാലും അളിയാ, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ എങ്ങനെയാണ് പ്രേതമാവുന്നത്? കണ്ട പോലും അങ്ങനെ തോന്നുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ സ്ത്രീയെ പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരാളെ കണ്ട് സംസാരിക്കണം. അങ്ങനെ നേരെ ഒരു മറ്റേ രുദ്രൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സ്ത്രീയെ പറ്റി എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടേക്കാ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. സ്ത്രീയെ പറ്റി പഠിച്ച് റിസർച്ച് ചെയ്ത് ഞാനൊരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് എന്നും പറഞ്ഞൊരു ബുക്ക് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് വേറെ ഏത് ബുക്കായിരുന്നു? ഇങ്ങനത്തെ ബുക്കൊക്കെ നിങ്ങൾ എഴുതാറുണ്ടോ? അല്ല അതിനുള്ളിൽ ഒരു ചെറിയ ബുക്കില്ലേ, അതാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ആ ബുക്ക് എടുത്ത് വായിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിലൊരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാ ആണുങ്ങളും അവളുടെ പിറകെയായിരുന്നു. ആർക്ക് പ്രപ്പോസ് ചെയ്താലും എല്ലാവരോടും നോ പറയുന്ന, ആർക്കും തന്നെ വളയാത്ത ആ പെണ്ണ് ലാസ്റ്റ് ഒരാളുടെ പ്രപ്പോസലിന് യെസ് പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പ്രണയിച്ചു, കല്യാണവും ഉറപ്പിച്ചു. അങ്ങനെ ആർക്കും കിട്ടാത്ത പെണ്ണിനെ പെട്ടെന്നൊരുത്തൻ വന്ന് തട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് കണ്ടു നിൽക്കാൻ അവിടെ ഉണ്ടായിരുന്നവന്മാർക്ക് പറ്റിയില്ല. അങ്ങനെ എല്ലാവരും കൂടിച്ചേർന്ന് അവർ രണ്ടുപേരെയും കൊന്നുകളഞ്ഞു. അന്നു മുതലാണ് പ്രണയത്തിനായി വിതുമ്പി കണ്ണിൽ കാണുന്ന എല്ലാ ആണുങ്ങളെയും സ്ത്രീ പിടിച്ചുകൊണ്ടു പോകുന്നതായി പറയുന്നത്. ഇവളെ സമാധാനപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേടിപ്പിച്ചോടിക്കാനായിട്ട് ഒരു വഴിയുണ്ട്, ആ പേജ് ഒന്ന് മറിച്ച് നോക്കിക്കേ എന്ന് പറയുമ്പോൾ ഹീറോ വാങ്ങി മറിച്ച് നോക്കുവാണ്. പക്ഷെ ഒരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ ആണ് അതിൽ എഴുതിയിട്ടുള്ളത്. സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനിടയ്ക്ക് കുറേ പേജസ് ഒക്കെ മിസ്സിംഗ് ആണ് കേട്ടോ. ഇതാണ് ഈ കൊച്ചു കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് വിടാത്തത്. അവർ മഴ പെയ്യുമ്പോൾ പേപ്പർ കയറി ബോട്ടുണ്ടാക്കി വെള്ളത്തിലിറക്കി കളിക്കും. അപ്പോഴാണ് ബുക്കിലെ ഒരു ഫോട്ടോ ഹീറോയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കോട്ട ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കോട്ടയുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടെ പോയി അന്വേഷിക്കണം എന്നും പറഞ്ഞാൽ ചേട്ടനെ വിളിക്കുമ്പോൾ അയാൾ ചത്താലും വരില്ല. എന്താണ് ചേട്ടാ, നിങ്ങളൊരു ബുക്കൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വിളിച്ചാൽ വരില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അയാളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ തീസരി രാത്, ഉത്സവത്തിന്റെ 3ാം രാത്രി. അങ്ങനെ അവർ കോട്ടയിലേക്ക് വന്നു നോക്കുമ്പോൾ ഇത് ഗ്രാമത്തിന്റെ വെളിയിലായിട്ട് ഒരു മലയുടെ മുകളിലായിട്ട് നല്ല ഇരുട്ട് വീണ് നല്ല വിജൃംഭിച്ച് കിടക്കുകയാണ്. വന്ന ഉടനെ വിക്കിക്ക് തുമ്മൽ വരുവാണ്. ഇത് കേട്ട് തന്നെ നമ്മുടെ ചേട്ടൻ പേടിച്ചു പോവാണ്. എന്നിട്ട് ചേട്ടൻ അവരെ അഡ്വൈസ് കൊടുക്കുകയാണ്, ഇനി എന്തെങ്കിലും കാരണവശാൽ സ്ത്രീ നിങ്ങളുടെ പേര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അത് സമ്മതമായിട്ട് എടുത്തിട്ട് നിങ്ങളെയും കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ 3 പേരും ഉള്ളിലേക്ക് വന്ന് ജന എന്ന് വിളിച്ച് തിരയുവാണ്. അങ്ങനെ ഹീറോ ഒരു കമ്പെടുത്ത് അതിലൊരു തുണിയും ചുറ്റി കുടിക്കാൻ വെച്ചിരുന്ന ബ്രാൻഡി എടുത്ത് അതിലൊഴിച്ച് തീയും കത്തിച്ച് നോക്കുവാണ്. പെട്ടെന്ന് തീ കത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വവ്വാലൊക്കെ സ്പീഡിൽ പറന്ന് വെളിയിലേക്ക് പോവുകയാണ്. ഇത് കണ്ട് പേടിച്ചിട്ടാണെങ്കിലും ഉണ്ടായിരുന്ന കുറച്ച് ബ്രാൻഡി എടുത്ത് കുടിച്ച് എമർജൻസി ലൈറ്റ് കത്തിച്ച് മുമ്പോട്ട് പയ്യെ ഇഴഞ്ഞു പോകുകയാണ്. നമ്മുടെ രുദ്രചേട്ടൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരട്ടത്തോടെ എന്തോ ഒരു റെഡ് ഡ്രസ് ഇട്ട സാധനം പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്യും. ഇത് കണ്ട് പേടിച്ച് ഇറങ്ങി ഓട്ടം വെളിയിലോട്ട്. ഇവിടെ ബിട്ടുവാണെങ്കിൽ അകത്ത് കയറി ഫ്ലാഷ് ലൈറ്റ് പിടിച്ച് ഓരോന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു പാമ്പ് പോലത്തെ സാധനം കയ്യിലേക്ക് വീഴുവാണ്. ഇത് കണ്ട് പേടിച്ച് അവനും ഇറങ്ങി വെളിയിലോട്ട് ഓടുവാണ്. അങ്ങനെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഇവൻ വരുന്നതിന് മുന്നേ തന്നെ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ചേട്ടൻ നേരത്തെ വന്നായിരുന്നു എന്നും പറഞ്ഞ് പേടിച്ച് 2 പേരും കൂടി വെളിയിൽ നിൽക്കുവാണ്. നമ്മുടെ ഹീറോ മാത്രം തീയും പിടിച്ച് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു അലറൽ ശബ്ദം കേൾക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ഹീറോയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവിടെ പണിത് വെച്ചിരിക്കുന്ന കുറച്ച് ശില്പങ്ങളാണ്. അതിൽ സ്ത്രീയുടെ ശില്പവും ഉണ്ട്. 2 പേര് കല്യാണത്തിനിരിക്കുന്ന രീതിയിലാണ് ആ ശില്പം ഉള്ളത്. പക്ഷേ ഈ കല്യാണ പയ്യന്റെ മുഖം അതിൽ വ്യക്തമല്ല. അപ്പോഴേക്കും ഹീറോയുടെ തീ അണഞ്ഞു പോകുകയാണ്. പിറകിലാണെങ്കിൽ സ്ത്രീ നിൽപ്പുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വിക്കി എന്ന് വിളിക്കുന്നുണ്ട്. നിനക്ക് എന്നെ അറിയാലോ, ഞാനല്ലേ നിനക്ക് ഡ്രസ്സൊക്കെ തച്ചു തന്നത്.
ഞാൻ എൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ചു വന്നതാ, വെറും പാവമാണ്, അവൻ നിന്നെ ചേട്ടത്തി ചേട്ടത്തിന്നാ വിളിക്കാറ്, അവനെ മാത്രം ഒന്ന് തിരിച്ചു തരാൻ പറ്റൂ പ്ലീസ് എന്ന് ചോദിക്കുമ്പോഴേക്കും രണ്ടാമതായി വിക്കി എന്ന് വിളിക്കുവാണ്. നിന്റെ ഡ്രസ്സ് ഞാൻ വെറും 31 മിനിറ്റിലാണ് തച്ച് തീർത്തത്, എന്നിട്ട് നീ എന്നെ തന്നെ ഇപ്പോൾ കൊണ്ടുപോകാൻ നോക്കുവാണോ? ഇല്ല, ഞാൻ ഇനി നീ പറയുന്ന ഒന്നും കേൾക്കില്ല എന്ന് പറഞ്ഞ് 2 ചെവിയും കൂടി അടച്ചു പിടിക്കുന്ന കറക്റ്റ് സമയത്ത് 3ാമത്തെ പ്രാവശ്യവും വിക്കി എന്ന് വിളിക്കും. പക്ഷേ അവനത് കേട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടുകയാണ്. സ്ത്രീയാണെങ്കിൽ നേരെ വിക്കിയുടെ പിറകിലായിട്ട് അടുത്ത് വന്ന് നിൽക്കുവാണ്. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഫ്രണ്ട് ക്യാമറ ഓണാക്കി സെൽഫി എടുത്ത് നോക്കുകയാണ്. പിന്നിൽ ആരുമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സ്പീഡിൽ പാഞ്ഞടുത്തേക്ക് വരും. സ്ത്രീ അവൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണും ചുവപ്പാവും. അതിനുശേഷം ആ വൃത്തികെട്ട രൂപം അവന് മാത്രം സുന്ദരിയായ ഒരു പെണ്ണായിട്ട് തോന്നും. സ്ത്രീയും തലചരിക്കും, അതുപോലെ ഇവനും തലചരിക്കും. കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴേക്കും പുറകിലായിട്ട് നമ്മുടെ നായിക വന്നിട്ട് ഒരു കത്തിയെടുത്ത് അതിൻ്റെ നേരെ എറിയും. കൂടി ഒരു ഭസ്മം എടുത്ത് അതിൻ്റെ മേലേക്ക് ഇടുമ്പോൾ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് മാഞ്ഞു പോകും. അവൾ നേരെ അവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നും പറ്റില്ലല്ലോ അല്ലേ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? സ്ത്രീ പോയിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറയുകയാണ്. അറ്റ്ലീസ്റ്റ് സ്ത്രീ നീ അല്ലാന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇങ്ങനെ ഹീറോ അകത്ത് നിന്ന് ഒരു പെണ്ണുമായിട്ട് പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് ഇത് സ്ത്രീ ആയിരിക്കുമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പേടിക്കുകയാണ്. പേടിക്കണ്ട, ഇത് സ്ത്രീയൊന്നുമല്ല, ഇവളാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. സ്വന്തം ജീവൻ പോലും നോക്കാതെ എത്ര അടിപൊളിയായിട്ട് എന്നെ രക്ഷിച്ചെന്നറിയോ? അപ്പോൾ ഹീറോയിൻ കാര്യങ്ങളൊക്കെ പറയുവാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഉത്സവ സമയമാകുമ്പോൾ ഞാനിവിടെ വരാറുണ്ട്. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിന്റെ ഫ്രണ്ടിനെ നിനക്ക് നഷ്ടമായതുപോലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ എനിക്കും നഷ്ടമായി. തിരിച്ചു വരില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രേതത്തെ ഓടിക്കാനൊക്കെ നീ എങ്ങനെ പഠിച്ചത് എന്ന് രുദ്രചേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ ഈ 3-4 വർഷങ്ങളായിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് ബുക്കുകളും വായിച്ചു. മന്ത്രം, തന്ത്രം, മായാജാലം, അങ്ങനെ പല പല ബുക്കുകൾ. ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ബുക്കുകൾ എൻ്റെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. നീ അങ്ങോട്ട് വന്നാലും നിനക്ക് ഏത് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും വായിച്ചു നോക്കാം. ഇങ്ങനെ അവരിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നും എന്തോ ഒരു സൗണ്ട് കേൾക്കുകയാണ്. 4 പേരും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജന അങ്ങനെ നേരെ വീട്ടിലേക്ക് വരുവാണ്. എല്ലാവരും ഞെട്ടി, ഇവരും ഞെട്ടി, വീട്ടുകാരും ഞെട്ടി, എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവരവരുടെ കൂട്ടുകാരന് വേണ്ടി ജീവൻ വേണമെങ്കിലും കൊടുക്കുമെന്ന്. എൻ്റെ മോന് ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നത് കണ്ടോ? ആരാ പറഞ്ഞത് ഇവർ ഗതി പിടിക്കാത്തവരാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട് എന്നും പറഞ്ഞ് ഉറങ്ങാനായിട്ട് ജന അവിടെ നിന്ന് പോകുകയാണ്. എല്ലാവരും ശരി അവൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുവാണ്. പക്ഷേ ഉറങ്ങിയവനാണെങ്കിൽ നട്ടപ്പാതിരാക്കി ഞെട്ടി എണീച്ച് വെളിയിലേക്ക് നടന്നു പോകുവാണ്. അതേസമയം ആ ഗ്രാമം മുഴുവനും പവർ കട്ടാവുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഗ്രാമത്തിലെ ഓരോ വീടായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ അച്ഛനെ കാണാനില്ല, മറ്റൊരിടത്ത് മോനെ കാണാനില്ല, മറ്റൊരിടത്ത് ചേട്ടനെ കാണാനില്ല, അനിയനെ കാണാനില്ല. അങ്ങനെ ഒരുപാട് വീടുകളിൽ നിന്നും പലരെയും ഒരുമിച്ച് കാണാതാകുവാണ്. ഡ്രസ്സ് മാത്രമാണ് കിട്ടുന്നത്. അവിടേക്ക് ഹീറോയിനും എത്തുവാണ്. അല്ല, ഇവിടെ എന്താ നടക്കുന്നത്? ഒരു രാത്രി ഒരാളെയല്ലേ കാണാതാകാറുള്ളൂ, ഇതെന്താ ഇങ്ങനെ? പതിവിലും വിപരീതമായി ആരോ പതിവ് തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് എന്തോ ഒന്ന് ആരോ മാറ്റിയിട്ടുണ്ട്. ഹീറോയിൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ ചുറ്റും നോക്കുമ്പോൾ ശ്രീ നാളെ വാ എന്ന് എഴുതിയിട്ടുള്ളതിൽ നാളെ എന്നുള്ളത് മാത്രം ആരോ മനഃപൂർവ്വം നശിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുവാണ്. ഇവിടെ നമ്മുടെ താടിക്കാരനാണെങ്കിൽ ജനയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ 2 കൈയും നിറയെ ചോരയോടെ ഇരിക്കുവാണ്. നമ്മുടെ ജന ആണപ്പോൾ രാത്രി പോയി മതിൽ മുഴുവൻ അങ്ങനെ ആക്കി നശിപ്പിച്ചു വെച്ചത്. അങ്ങനെ അത് ചോദിക്കാൻ പോയവനെ തന്നെ തല്ലാൻ പോവുകയാണ്. ആരെയും വിടാതെ എല്ലാവരോടും, വീട്ടുകാരോട് വരെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഹീറോയിനും വരുവാണ്. എടാ അവൻ്റെ കൈ നോക്ക്, ഇവനാണ് ഇന്നലെ രാത്രി അങ്ങനെ എല്ലാം ചെയ്തത് എന്ന് താടിക്കാരൻ പറയുമ്പോൾ നമ്മുടെ വിക്കിയാണെങ്കിൽ നേരെ ജനയെ പിടിക്കാൻ വേണ്ടി അവൻ്റെ മുന്നിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ജന നേരെ വിക്കിയുടെ നേരേക്ക് ഓടുവാണ്. അങ്ങനെ ഒരു വഴിക്കൊരു തൂണ് കിട്ടിയപ്പോൾ അതിന്റെ പിറകിൽ പോയിട്ട് 2 പേരും കൂടി കരിങ്കാളി കളിച്ചോണ്ടിരിക്കുകയാണ്. എടാ എന്നെ വെറുതെ വിടടാ, ഞാൻ കൂട്ടുകാരനാടാ, നിന്റെ വിക്കിയാടാ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അല്ല നീ ഒന്ന് നിർത്തിക്ക്, കുറെ നേരമല്ലോ കിടന്ന് കാർന്നത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തല അടിച്ചാൽ പൊട്ടിക്കും, മര്യാദക്കിരുന്നു എന്ന് പറയുമ്പോൾ ജനാണേലൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഹാങ് ആവുകയാണ്. സമാധാനമായെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വീണ്ടും കാറിക്കൊണ്ട് വരുവാണ്. എടാ ഞാൻ ചുമ്മാ പറഞ്ഞത്, ഞാൻ നിന്റെ കൂട്ടുകാരനാടാന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധ തിരിക്കുന്ന ഒരു സമയത്ത് ആ ഗ്യാപ്പിലൂടെ നമ്മുടെ നായിക വന്ന് ഭസ്മവും തുണിയൊക്കെ ഇട്ട് അവനെ മടക്കുവാണ്. ഗ്രാമത്തിലുള്ള എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അല്ല, ആണുങ്ങളെ നോക്കിയല്ലേ സ്ത്രീ പിടിക്കുന്നത്, അപ്പോൾ ഇനി മുതലേ നമുക്ക് സാരി എടുത്ത് നടക്കാം. അതാവുമ്പോൾ പെണ്ണാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ട് സ്ത്രീ പിടിക്കാതെ വിടുമല്ലോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇറങ്ങി എന്നിട്ട് കാണാതെ പോയി ഒരാളെ തിരിച്ചു കൊണ്ടുവന്നാൽ പോലും 10,000 രൂപ ഒരാൾക്ക് വെച്ച് തരാമെന്നൊക്കെ പറയുവാണ്. വേറൊരു ഗ്രൂപ്പാണെങ്കിൽ വി വാണ്ട് ജസ്റ്റിസ് എന്നും പറഞ്ഞ് പ്രേതത്തിനെതിരെ പ്ലക്കാർഡും പിടിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടെ 150 രൂപയ്ക്ക് മോക്ഷം കൊടുത്തുകൊണ്ടിരുന്ന സൗമ്യാണെങ്കിൽ ഇപ്പോൾ 250 രൂപ ആക്കിയിട്ടുണ്ട്. ഡിമാൻഡ് കൂടിയല്ലോ. ജനായെ പിടിച്ച് ജനലിൽ കെട്ടിയിട്ടിട്ട് നിർത്താതെ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ അമ്മ. നമ്മുടെ നായികയും നായകനും എല്ലാവരും കൂടി ചേർന്ന് ടെറസിൽ നിന്ന് അടുത്ത ഇനി എന്താ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. എന്ത് ചെയ്യാനാണെങ്കിലും ഉത്സവം തീരുന്നതിന് മുന്നേ തന്നെ ചെയ്യണം എന്ന് നായിക പറയുമ്പോൾ 3-4 വർഷമായി ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത് നീ തന്നെയല്ലേ, ഇനി എന്ത് ചെയ്യണമെന്ന് നീ തന്നെ പറയൂ എന്ന് താടിക്കാരൻ പറയുവാണ്. അതിനാദ്യം സ്ത്രീയെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും നമ്മൾ അറിയണം. അവരുടെ മുഴുവൻ കഥയും അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ.
ഇപ്പോൾ ആകെ കിട്ടിയിട്ടുള്ളത് ഒരു ബുക്കാണ്. അതിൽ തന്നെ കുറേ പേജസ് ഒക്കെ മിസ്സിംഗ് ആണ്. ആ ബുക്ക് എഴുതിയ ആളുടെ അഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളോട് ചോദിച്ചാൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ രുദ്രചേട്ടൻ പറയുവാണ്, അത് ഞാൻ എഴുതിയതെന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്, ശരിക്കും അത് എഴുതിയ ആളുടെ വീട് എനിക്കറിയാം, അയാൾ ജീവനോടെ തന്നെയുണ്ട്, നമുക്ക് അയാളെ പോയി ഒന്ന് കണ്ടാലോ എന്നും പറഞ്ഞ് നേരെ എല്ലാവരും കൂടി അയാളുടെ വീട്ടിലേക്ക് പോകുവാണ്. അല്ല, നിങ്ങൾ ഏത് ബുക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഏതിന്റെ കാര്യമോ പറയുന്നത് എന്ന് അയാൾക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. സ്ത്രീയെക്കുറിച്ച് നിങ്ങളൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ ലൈബ്രറിയിൽ വെച്ചാണ് അത് പബ്ലിഷ് ചെയ്തത്, ഓർമ്മയില്ലേ? ആ അതെ ഇപ്പോൾ ഓർമ്മ വന്നു. നീ കുറെ കെട്ട ബുക്കൊക്കെ ആ ടൈമിൽ വിൽക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ ഗ്രാമത്തിലാണെങ്കിൽ സ്ത്രീയുടെ ശല്യം കൂടിക്കൂടി വരുവാണ്. ഇന്നലെ തന്നെ ഒരുപാട് പേരെ ഒരുമിച്ച് കാണാതായി. ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾക്കാണെങ്കിൽ ഒരു തേങ്ങയെ ഓർമ്മയില്ല. ഇയാളെ അവിടെ ഉള്ളവരൊക്കെ എമർജൻസി എന്നാണ് വിളിക്കുന്നത്. ഇവരെല്ലാവരും വീണ്ടും വീണ്ടും സ്ത്രീ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു എന്നും പറഞ്ഞ് വായി തോന്നുന്ന പോലെ എന്തൊക്കെയോ പറയുവാണ്. അവളൊരു പോക്ക് കേസായിരുന്നു, കാണുന്ന ആണുങ്ങളൊക്കെ കൂടെ പോയി എല്ലാവരും കൂടി കൊന്നതാ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവനൊക്കെ എങ്ങനെയാ റൈറ്ററായോ, എന്തൊക്കെ വൃത്തിയുടെ പറയുന്നത്, വായി തോന്നുന്ന എന്തും പറയാന്നാണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അയാൾ പിറകെ വന്ന് വിളിക്കുവാണ്, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ്. എല്ലാവർക്കും ആവശ്യമുള്ളത്ര അവളെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞില്ലേ. ഒരേ ഒരുത്തനാണ് അവളെ കുറച്ചെങ്കിലും ആത്മാർത്ഥതയോടെ സ്നേഹിച്ചത്, അവനെയും ഇല്ലാണ്ടാക്കിയില്ലേ. അവിടെയുള്ള എല്ലാവരും മരിക്കണം, അവസാനത്തെ ഒരുത്തനുൾപ്പെടെ എല്ലാവരും മരിച്ചാലേ അവളടങ്ങൂ. ഒറ്റൊരുത്തനെ കൊണ്ട് മാത്രമേ ഇനി ആ ഗ്രാമത്തെ രക്ഷിക്കാനാകൂ. ആരാണ് അവനെന്ന് ചോദിക്കുമ്പോൾ ആരായെന്നറിയില്ല, എന്നാലും അവന്റെ കുറച്ച് ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞു തരാം. ഗോതമ്പ് നിറത്തിലുള്ള സ്കിൻ, നീണ്ട മൂക്ക്, രാജാവിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾ. അവന്റെ വീട്ടിൽ അവൻ രാജകുമാരനെ പോലെയാണ്. അവന്റെ കണ്ണിൽ ആത്മാർത്ഥ പ്രണയം കാണാം. ഒരു കഴിവുള്ള കലാകാരനായിരിക്കും. അതുപോലെ അവനൊരു ഓക്ക് ട്രീയുടെ അടിയിലായിരിക്കും ജനിച്ചത്. അവനൊരു കന്യകനായിരിക്കും. അവസാനമായി അവനൊരു വേശ്യ സ്ത്രീയുടെ മകനായിരിക്കും. ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് അവർ വീട്ടിൽ വന്നിരുന്ന എല്ലാവരും കൂടി ആലോചിക്കുകയാണ് ആരായിരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജന ചോദിക്കുകയാണ്, അല്ല നീ നിന്റെ അമ്മമ്മയുടെ വീട്ടിലല്ലേ ജനിച്ചത്? നിന്റെ അമ്മമ്മയുടെ വീട്ടിന്റെ ബാക്കിലായിട്ട് ഒരു ഓക്ക് ട്രീ ഇല്ലേ? ആടാ ഉണ്ടല്ലോ, അതിനിപ്പോ എന്താ? അല്ല നീ വീട്ടിലെ ഒരേ ഒരു മോനല്ലേ? എന്ന് വെച്ചാൽ രാജകുമാരനെ പോലെ. ഗോതമ്പ് കളർ സ്കിന്നാണ്, നീളമുള്ള മൂക്ക്, ശരിയാണ്, സ്വന്തമായിട്ട് രാജാവിനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ നിന്റെ കണ്ണിലെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കണ്ടതുകൊണ്ടാണ് ശ്രീ നിന്നെ ഒന്നും ചെയ്യാതെ വിട്ടത്. പിന്നെ നീ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും, അതും ഒരു കല തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ നീ ഒരു കലാകാരനാണ്. എല്ലാം മാച്ചാവുന്നുണ്ട്. എന്നാൽ ഒരു വേശ്യ സ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെ ശരിയാവുമെന്ന് വിക്കി ചോദിക്കുകയാണ്. നാട്ടിലെല്ലാവർക്കും അറിയാം നിനക്കൊഴിച്ച് എന്ന് പറയുമ്പോൾ അതെന്താന്ന് ഹീറോ ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അടുത്തേക്ക് വന്നിരുന്നിട്ട് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്ക് വിഷമമാകാൻ പാടില്ല. നാട്ടിലെ പലരും ടീച്ചറായിരിക്കാം, നഴ്സായിരിക്കാം, ഡോക്ടറായിരിക്കാം, അവരവരുടെ ജോലി ചെയ്യുന്നു. അതുപോലെ നിന്റെ അമ്മയ്ക്കും ഇങ്ങനൊരു ജോലി ഉണ്ടായിരുന്നതായി പറയുവാണ്. അടിച്ച് പല്ല് ഞാൻ താഴെയിടും, കേട്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തും പറയാമെന്നാണോ എന്ന് പറഞ്ഞ് ഹീറോ ചൂടാകുമ്പോൾ ഇല്ല അവർ പറയുന്നത് സത്യമാണെന്ന് ജനായും പറയുവാണ്. ഇല്ല നിങ്ങളൊന്നും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് ഹീറോ നേരെ വെളിയിലേക്ക് ഇറങ്ങി പോകുവാണ്. എഴുത്തുകാരൻ പറഞ്ഞത് ഹീറോയെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉറപ്പിച്ചു. പക്ഷെ വിക്കിക്ക് മാത്രം അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വെളിയിലേക്ക് പോയി ഒരുപാട് കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുകയാണ്. അന്ന് അച്ഛനാണെങ്കിൽ എനിക്ക് കല്യാണത്തിന് മുന്നേ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇതാണോ എന്ന് തോന്നിയിട്ട് അച്ഛനോട് പോയി നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഫ്രണ്ട്ഷിപ്പിൽ ഒന്നല്ലേ എൻ്റെ അമ്മ, അങ്ങനെയല്ലേ ഞാനുണ്ടായത് എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛനൊന്നും പറയാതെ ഇറങ്ങി പോവുകയാണ്. എന്താ ഒന്നും പറയാത്തത്? മിണ്ടാതിരുന്നാൽ അത് സത്യമാണെന്നല്ലേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹീറോ അച്ഛനോട് പോയി ഇനി ഞാൻ സത്യമായിട്ടും കുടിക്കില്ല, പക്ഷെ എനിക്ക് സത്യം അറിയണം. ഹീറോ അങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം ഇതുവരെയും അച്ഛനൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ അച്ഛനും ഫുഡ് കൊടുത്തുകൊണ്ട് ഹീറോ അവിടെ നിന്നിറങ്ങി നായികയെ കാണാനായിട്ട് വന്നിട്ട് ആ എഴുത്തുകാരൻ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്, ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ജനിച്ചവൻ ഞാൻ തന്നെയാണ്. ഇവിടെ ഹീറോയ്ക്ക് വിഷമമാകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നല്ലേ, അവൻ്റെ അമ്മയെ പറ്റി നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരുന്നിട്ട് പോലും ഇന്നേ വരെയും ആരും ഒരു വാക്കുകൊണ്ട് പോലും അവനെ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള നാട്ടുകാരെ എങ്ങനെയാണ് ഞാൻ രക്ഷിക്കാതിരിക്കുന്നത് എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഹീറോ പ്ലാൻ ചെയ്യുകയാണ്. നമുക്കിപ്പോൾ കൺഫേം ആയിട്ട് സ്ത്രീയെ പറ്റി അറിയാവുന്നൊരു കാര്യം, സ്ത്രീക്ക് വായിക്കാൻ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്ന വീടുകളിൽ അവൾ കയറാത്തത്. അതുപോലെ തന്നെ ഉത്സവത്തിന്റെ ദിവസങ്ങളിൽ മാത്രമേ സ്ത്രീ ഇറങ്ങാറുള്ളൂ. ഉത്സവ സമയത്ത് രാത്രി വന്ന് ഓരോ വീട്ടിലും എഴുതിയിട്ടുള്ളത് നോക്കി അത് വായിച്ചതിന് ശേഷം നാളെ വാ എന്നുള്ളത് കൊണ്ട് നാളെ വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെയും നാളെ വന്ന് നോക്കുമ്പോൾ വീണ്ടും നാളെ വാ എന്ന് കണ്ട് വീണ്ടും വീണ്ടും പോവുകയാണ്. അതിനർത്ഥം ഇതൊരു അനുസരണയുള്ള ആത്മാവാണ്. അതുപോലെ തന്നെ എന്നും വന്ന് ഒരേ കാര്യം കണ്ട് തിരിച്ചു പോകണമെങ്കിൽ ഇതൊരു മണ്ടിയാണ്. ഈ 3 കാര്യങ്ങൾ വെച്ച് നമ്മൾ സ്ത്രീയെ മടക്കും. സ്ത്രീയുടെ കല്യാണം ശരിക്കും നടക്കാതെ അവളുടെ ആഗ്രഹങ്ങൾ തീരാതെ മരണപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ അലയുന്നത്. അവളുടെ ആഗ്രഹങ്ങൾ തീർന്നാൽ പ്രശ്നമില്ല, നീയല്ലേ ഈ നാടിനെ രക്ഷിക്കാൻ ജനിച്ചവൻ, അപ്പോൾ നീ തന്നെ അവളെ ആഗ്രഹം പൂർത്തിയാക്കണം.
എന്ന് നമ്മുടെ രുദ്രചേട്ടൻ പറയുവാണ്. ഞാനോ പ്രേതവും കല്യാണം കഴിക്കണമെന്നാണോ പറയുന്നത്? അതെ, ഇതൊരു ആടിനെ വെച്ച് പുലിയെ പിടിക്കുന്ന ട്രിക്കാണ്. അവളുടെ കോട്ടയിലേക്ക് പോയി അവളെ കൊല്ലാൻ നമുക്ക് പറ്റില്ല. അവിടെ അവളുടെ ശക്തി അധികമായിരിക്കും. എന്നാൽ അവളെ നമ്മുടെ കെണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അവിടെ വെച്ച് അവളെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് നായികയും പറയുകയാണ്. അങ്ങനെ വിക്കിയുടെ സ്ഥലത്തേക്ക് തന്നെ അവളെ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ കെണി സെറ്റ് ചെയ്യാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ജപിച്ച മാലയും ഭസ്മവും എല്ലാം നായിക സെറ്റ് ചെയ്യുവാണ്. രുദ്രചേട്ടനും താടിക്കാരനും കൂടി പെയിന്റ് വെച്ച് ആരോ മാർക്കും സൈൻ ബോർഡും അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണ്. അതുപോലെ വിക്കിയെ കല്യാണത്തിനായി ഒരുക്കുവാണ്. ഒരു കത്തിയിൽ പൂജ ചെയ്ത് മന്ത്രിച്ച് കൊടുക്കുകയാണ്. കട്ടിലും മണിയറയും പൂക്കളും ആരോമാർക്കും എല്ലാം വെച്ച് അവരുടെ ഏരിയയിലേക്ക് അവളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയാകുവാണ്. കുറച്ചു പേരൊക്കെ സാരി കൊടുത്ത് പ്രേതത്തിനെ പറ്റിക്കാനായിട്ട് നടക്കുവാണ്. ബാക്കി കുറച്ചു പേരാണെങ്കിലും പേടിച്ചിട്ട് പുറത്തു പോലും ഇറങ്ങുന്നില്ല. അങ്ങനെ നമ്മുടെ വിക്കിയാണെങ്കിൽ തൊപ്പിയൊക്കെ വെച്ച് കല്യാണ വേഷത്തിൽ ഹീറോയുടെ അമ്മയുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആരോമാർക്കൊക്കെ വെച്ച് അവൾ കറക്റ്റായിട്ട് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. എനിക്ക് കുറച്ച് മന്ത്രങ്ങളൊക്കെ അറിയാം. ആ മന്ത്രങ്ങൾ ഉച്ചരിച്ചാൽ അവളുടെ ശക്തി ഒരു പരിധി വരെ കുറയും. അതിനുശേഷം ഈ കത്തി വെച്ച് അവളെ കുത്തിയാൽ മാത്രം മതി. ഇതൊക്കെ കേട്ട് ഹീറോയ്ക്ക് പേടിയാവുന്നുണ്ട്. നിന്റെ മന്ത്രങ്ങളൊക്കെ ഫലിക്കുമല്ലോ അല്ലേ? ഒരു 90% ഫലിക്കുമെന്ന് ഹീറോയിൻ പറയുമ്പോൾ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് പേടിക്കുകയാണ്. അങ്ങനെ അതാ ആഖരി രാത് ഉത്സവത്തിന്റെ അവസാനത്തെ രാത്രി. ഇവിടെ പെയിന്റ് വെച്ച എല്ലാ മതിലിലും ശ്രീ നാളെ വാ എന്ന് എഴുതുന്ന വയസ്സായ ആളാണെങ്കിൽ സാരിയും ചുറ്റി രാത്രി ടോർച്ചും പിടിച്ച് ശ്രീ നാളെ വാ എന്നും പറഞ്ഞ് നടക്കുവാണ്. എല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. വിക്കി മാത്രം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ മതിലിൽ ശ്രീ ഉള്ളിലേക്ക് വാ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീ ഉള്ളിലേക്ക് കയറുന്നതായി കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ജന കിടന്ന പിടയുമാണ് ബെഡിൽ. അങ്ങനെ ഇവർ വിചാരിച്ചതുപോലെ തന്നെ ആരോമാർക്കും എഴുത്തും എല്ലാം വെച്ച് സ്ത്രീ കറക്റ്റായിട്ട് റൂമിന്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വന്നിട്ട് ഒരു പടിയുടെ അടുത്തായിട്ട് ലെഫ്റ്റിലേക്ക് വെച്ചിരിക്കുന്ന ആരോ നോക്കാതെ റൈറ്റിലേക്ക് കയറുവാണ്. അപ്പോൾ നോക്കുമ്പോഴേക്കും വന്നിരിക്കുന്നത് സ്ത്രീയല്ല, അത് നമ്മുടെ ജനയായിരുന്നു. അവൻ വന്ന് താടിക്കാരനെ പിടിച്ചിട്ട് അടിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇവിടെ സ്ത്രീയാണെങ്കിലും വിക്കിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ നായികയാണെങ്കിൽ ഒരു വിധത്തിലും ഭസ്മൊക്കെ വെച്ച് ജനായ അടക്കിയിട്ട് നേരെ തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് അവിടെ വിക്കിയെ കാണാനില്ല. അതുപോലെ തന്നെ ആ മന്ത്രിച്ച കത്തി എടുത്തോണ്ട് പോയിട്ടില്ല. അതുപോലെ നമ്മുടെ ഹീറോയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഇവർ ഹീറോയ്ക്ക് പിറകെ പോകുവാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് സ്ത്രീ എവിടെയെന്ന് തിരഞ്ഞു നടക്കുവാണ്. പേടിച്ച് സ്ത്രീ എവിടെയാണെന്ന് ചോദിച്ച് പതുക്കെ നടക്കുവാണ്. കാലെടുത്ത് താഴെ വെക്കുമ്പോഴേക്കും ഒരു അലറൽ സൗണ്ട് ആയിട്ട് പേടിച്ച് പാറയുടെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ പുറത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് അവനെ കിട്ടാതെ അവൾ അടങ്ങില്ല എന്ന് രുദ്രചേട്ടൻ പറയുവാണ്. ഇവിടെ ഉള്ളിൽ ഹീറോ പേടിച്ചിട്ട് ശ്രീ വാ എന്ന് പറയുവാണ്. ശ്രീ വാ, ഈ പാറയാണ് നമ്മുടെ കട്ടില്, നമുക്ക് ഇവിടെ ചെലവഴിക്കുക എന്നും പറഞ്ഞ് സ്ത്രീയെ വിളിക്കുകയാണ്. വീണ്ടും ആ അലറൽ സൗണ്ട് കേട്ട് പേടിക്കുകയാണ്. ശരി ഞാൻ അഴിക്കാമെന്നും പറഞ്ഞിട്ട് ഹീറോ വിചാരിച്ചത് ഡ്രസ്സ് അഴിക്കാനാണെന്ന് കിടന്ന് അലർന്നതെന്ന. ഹീറോ അങ്ങനെ പാൻറ് മാത്രം ഊരാതിരിക്കുമ്പോൾ വീണ്ടും ആ സൗണ്ട് കേട്ട് പേടിച്ച് അതും അഴിക്കുകയാണ്. എന്നിട്ട് വാ എന്ന് വിളിക്കുമ്പോൾ ശ്രീ ഓടി ദേഷ്യത്തിൽ വന്ന് ഇവനെ അടിച്ച് തെറിപ്പിച്ചിടുവാണ്. അല്ല ഇതെന്തിനാ ഇപ്പോൾ എന്നെ അടിച്ചേ എന്ന് വെച്ചാൽ നിനക്ക് ഇതല്ലേ ആവശ്യം, സോറി എന്നാ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു എന്നും പറഞ്ഞ് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് തിരിച്ചിടുവാണ്. അപ്പോഴേക്കും സ്ത്രീ നേരെ ഇവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുവാണ്. ഇവന്റെ കണ്ണിലെ പ്രണയത്തെയാണ് സ്ത്രീക്ക് ആവശ്യം. അതങ്ങനെ ഹീറോയുടെ കണ്ണിലേക്ക് നോക്കി തലചരിക്കുന്നു. ഹീറോയും അതുപോലെ തലചരിക്കുകയാണ്. പെട്ടെന്ന് ഭസ്മം വന്ന് അവരുടെ മുഖത്തേക്ക് വീഴുവാണ്. അങ്ങനെ സ്ത്രീ നേരെ പോയി ഒരു സൈഡിലേക്ക് വീഴും. കുറച്ചു നേരം അവർക്ക് പവർ കാണില്ല. അതിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അല്ല നിന്റെ ഡ്രസ്സിനൊക്കെ ഇതെന്താ പറ്റിയത്? അത് ഞാൻ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തെറ്റിദ്ധരിച്ചു പോയി, അത്രേ ഉള്ളൂ. എടാ അവൾക്ക് അതൊന്നും അല്ല വേണ്ടത്, അവൾക്ക് വേണ്ടത് സമാധാനമാണ്. ഈ കത്തി എടുത്ത് അവളുടെ നെഞ്ചിലേക്ക് കൊത്ത് എന്ന് പറഞ്ഞ് കത്തി മുന്നിലേക്ക് നീട്ടുവാണ്. അല്ല ഇത് നിനക്ക് തന്നെ ചെയ്തുകൂടെ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആ എഴുത്തുകാരൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ, ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ, ഇതാ ചെയ്യുന്ന പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് കത്തി കൊടുക്കുവാണ്. അങ്ങനെ പേടിച്ച് കത്തി മുറുക്കെ പിടിച്ച് സ്ത്രീയുടെ അടുത്തേക്ക് പോകുവാണ്. വിക്കിക്കാണെങ്കിൽ കുത്താനായിട്ട് മനസ്സ് വരുന്നില്ല. അങ്ങനെ അവൻ ചോദിക്കുകയാണ് ഇതിന് വേറെ വഴിയൊന്നുമില്ല, ഇത് തന്നെയല്ലേ നാട്ടുകാരൻ ചെയ്തത്, അവളോട് നാട്ടുകാർ ചെയ്ത അതേ ക്രൂരത തന്നെ നമ്മൾ ചെയ്താലോ, പിന്നെ നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് പ്രേതത്തെ ഓർത്ത് സങ്കടപ്പെടുവാണ് നമ്മുടെ ഹീറോ. പെട്ടെന്ന് അത് ചാടി ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അതിന്റെ മുന്നിലേക്ക് പോയി നിൽക്കുവാണ്. അതിന് നിന്റെ കണ്ണിലെ പ്രേമമാണ് കാണേണ്ടത്. അതിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കുന്ന ഹീറോയിൻ പറയുവാണ്. ശരിയെന്നും പറഞ്ഞ് അവന്റെ കണ്ണിലേക്ക് നോക്കുവാണ്. അപ്പോൾ ഇനിയും റൊമാൻറ്റിക് ആയിട്ട് നോക്കണം. മരണം ഭയം ഉള്ളിൽ വെച്ചിട്ട് ഹീറോ ശ്രമിക്കുവാണ്. അപ്പോഴേക്കും വീണ്ടും ആ സാധനം അല്ലറി വിളിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച ഹീറോ ആണെങ്കിൽ ചുപ്പ്, ശബ്ദിക്കരുത്, മിണ്ടി പോരുത്, ഞാൻ ഗ്രാമത്തെ രക്ഷിക്കാവുന്നതാണ്, കുറച്ചൊക്കെ ബഹുമാനമാകാം എന്ന് പറഞ്ഞ് ഹീറോ ചൂടാകുമ്പോൾ പ്രേതം പോലും ഞെട്ടിപ്പോകുകയാണ്. ആ ഗ്യാപ്പിൽ ഇവള് ഇവിടെ നിന്ന് കത്തിയെടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. വിക്കിയാണെങ്കിൽ അത് ക്യാച്ച് പിടിക്കാതെ മിസ്സാകും. പെട്ടെന്ന് തിരിഞ്ഞ് സ്ത്രീ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. എന്നിട്ട് കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ തൊടാതെ തന്നെ ഹീറോയിന് മുകളിലേക്ക് ഉയരുവാണ്. ആ ഗ്യാപ്പിൽ ഹീറോ നേരെ പോയി അവളുടെ മുടി മുറിച്ചെടുക്കുകയാണ്. അതോടെ സ്ത്രീയെയും കാണാതാകുവാണ്. അതുപോലെ നമ്മുടെ ജനായും നോർമലാകുവാണ്. അങ്ങനെ സിറ്റുവേഷനൊക്കെ നോർമലാകുമ്പോൾ ഹീറോ പറയുവാണ് സ്ത്രീ ഇവിടെ ചുറ്റിയിരുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന് അവളുടെ പ്രണയത്തിന് വേണ്ടി, 2 അവൾക്ക് കിട്ടാതെ പോയ മര്യാദയ്ക്ക് വേണ്ടി. ആരും തന്നെ അവൾക്ക് ഒരു മര്യാദയും കൊടുത്തിരുന്നില്ല. ഒരുപക്ഷെ നമ്മളത് ചെയ്താൽ അവൾ അടങ്ങും.
എന്നൊക്കെ പറഞ്ഞ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അകത്തുനിന്ന് ഒരു വലിയ സൗണ്ട് കേൾക്കുവാണ്. നോക്കുമ്പോൾ ഇത്രയും വർഷമായിട്ട് കാണാതെ പോയ എല്ലാ ആണുങ്ങളും ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ വെളിയിലേക്ക് ഇറങ്ങി വരുവാണ്. ഇത്രയും കാലങ്ങളായിട്ട് ആരും കണ്ടുപിടിക്കാതിരുന്ന അവളുടെ ആവശ്യങ്ങൾ അവർ മനസ്സിലാക്കിയതോടെ അവളുടെ ദേഷ്യം അടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം സമാധാനമായി അവസാനിക്കുമ്പോൾ ജീവനോടെ തിരിച്ചു വന്ന എല്ലാവരെയും നല്ല രീതിക്ക് സ്വീകരിക്കുവാണ് നാട്ടുകാർ. അവിടുന്ന് കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ഹീറോയിൻ ബസ്സും കാത്ത് റോഡിൽ നിൽക്കുവാണ്. ഹീറോ തച്ചു കൊടുത്ത ഡ്രസ്സാണ് അന്ന് അവൾ ഇട്ടിരിക്കുന്നത്. നല്ല കറക്റ്റ് ഫിറ്റായിട്ടുണ്ട്, അളവെല്ലാം പക്കയായിട്ടുണ്ട്. എല്ലാത്തിനും നന്ദിയും പറഞ്ഞ് ഒരു പൂവും കൊടുത്ത് ബസ് കയറ്റി വിടുകയാണ് ഹീറോ. അല്ല, ഇനി നിന്നെ കാണണം എന്ന് തോന്നിയാൽ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി എന്ന് വീണ്ടും അവൾ പഴയ ഡയലോഗ് തന്നെ പറയുകയാണ്. അല്ല, കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വിക്കി പ്ലീസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടുന്ന് യാത്രയാകുവാണ്. സിനിമ തീരാറായിട്ട് പോലും ഇതുവരെ അവളുടെ പേരെന്താണെന്ന് ഹീറോ ചോദിച്ചിട്ടില്ല. ബസ് പോയതിനു ശേഷമാണ് അവളുടെ ശരിക്കുള്ള മോട്ടീവ് എന്താണെന്ന് നമുക്ക് കാണിക്കുന്നത്. അവൾക്കാണെങ്കിൽ സ്ത്രീയെ അടക്കണം. അവളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ട്രൈ ചെയ്തു, എന്നിട്ടൊന്നും പറ്റിയില്ല. അവസാനം അവളുടെ മുടിയിലായിരുന്നു അവളുടെ ശക്തി. അത് മുറിച്ചെറിഞ്ഞതിലൂടെ അവളുടെ ആഗ്രഹങ്ങൾ നിറവേറാതെ പോയി. അതുപോലെ അവളുടെ ശക്തിയും ക്ഷയിച്ചു. എന്നാലും ഇപ്പോഴും സ്ത്രീ മരിച്ചിട്ടില്ല, അവളുടെ ശക്തി കുറഞ്ഞിട്ടേ ഉള്ളൂ. അവളുടെ മുറിച്ച മുടിയാണെങ്കിൽ നായിക എടുത്ത് അവളുടെ മുടിയുമായി ജോയിന്റ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോഴേക്കും സ്ത്രീയുടെ മുടിയും നായികയുടെ മുടിയുമായിട്ട് പെട്ടെന്ന് ജോയിന്റ് ആകുവാണ്. അതേസമയം നായികയുടെ കണ്ണിലും ചുവന്ന തിളക്കം വരുവാണ്. അപ്പോൾ എന്താ അതിനർത്ഥം? ഇനി സ്ത്രീയുടെ പവർ മുഴുവനും ഇവൾക്കാണ്. ഇങ്ങനൊരു ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇതായിരുന്നു വഴിയെന്ന് നല്ലപോലെ അറിയാമായിരുന്നു. ഇതെല്ലാം ഹീറോയെ കൊണ്ട് ചെയ്യിക്കാനായിട്ടാണ് ആദ്യം മുതലേ അവളുടെ പ്ലാൻ പ്രകാരം ഹീറോയെ കണ്ടതും കൂട്ടുകൂടിയതും എല്ലാം. ഇപ്പോൾ കണ്ടക്ടർ ആണെങ്കിൽ ടിക്കറ്റ് ചോദിക്കാനായി അവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് മുൻപ് അവിടെ ഉണ്ടായിരുന്നവള് ഇപ്പോൾ അവിടെ കാണാനില്ല. ഇത് കണ്ട് കണ്ടക്ടർ തന്നെ ഞെട്ടുവാണ്. ഇപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്താൽ സംഭവം കഴിഞ്ഞ് കറക്റ്റ് 1 വർഷമായിട്ടുണ്ട്. അടുത്ത ഉത്സവമായിട്ടുണ്ട്. ആ ഗ്രാമത്തിലാണെങ്കിൽ സ്ത്രീയുടെ ഒരു പ്രതിമ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ത്രീ നാളെ വാ എന്ന് എഴുതിയിരുന്ന എല്ലാവരും തന്നെ സ്ത്രീ ഞങ്ങളെ സംരക്ഷിക്കൂ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിലും വലിയ ആദരവും ബഹുമാനവും സ്ത്രീക്കിനി കിട്ടാനില്ല. 1 വർഷം കഴിഞ്ഞ് അവിടേക്ക് വന്ന സ്ത്രീ ഈ പ്രതിമയും എഴുത്തുകളൊക്കെ കണ്ട് നോക്കി നിൽക്കുന്നതായി കാണിച്ചുകൊണ്ട് ബ്ലാക്ക് ഔട്ട് ആകുവാണ്. അല്ല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇപ്പോഴും തീരാത്തൊരു ദുരൂഹതയായിട്ട് പേര് പോലും അറിയാത്ത നമ്മുടെ നായികയുണ്ട്. കറക്റ്റ് 6 വർഷത്തിന് ശേഷം 2024 ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസായിട്ടുണ്ട്. അതിൻ്റെ OTT പ്രിന്റ് ലഭിച്ച ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷനായിട്ട് ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു കാരണവശാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനിയും കാണാം. ബായ്. ശരി എന്നാൽ.